ഹലോ ട്രേഡേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു നാളത്തെ ട്രേഡിങ്ങിലെ ഏതൊക്കെ ലെവൽസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവുന്ന നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുള്ള വീഡിയോസിനകത്ത് ഇന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവിലേക്ക് വരുവാണെങ്കിൽ ഒരു ക്രോസ് ചെയ്ത ലെവൽസുകളൊക്കെ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ആ ഒരു പോസിറ്റീവ് മൂവിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേങ്കിൽ നെഗറ്റീവ് ഓപ്പൺ ആയി. പക്ഷേ മാർക്കറ്റ് ഒരു സെക്കൻഡ് ഹാഫ് ശേഷം ഓൾമോസ്റ്റ് സെക്കൻഡ് ഹാഫിന് മുമ്പേ ആണെങ്കിൽ തന്നെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് ഒരു മൂവ് റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽസ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24,900 റേഞ്ചിന് ശേഷം മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാൻ വളരെ ഒരു ടെൻഡൻസി ആയിരുന്നു ഈ ഒരു ഏരിയ മൊത്തം. പക്ഷേ ഇവിടെ ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് മാർക്കറ്റിൽ നിന്ന് നിന്നിരുന്നത്. ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൂടെ സെയിം ആയിട്ടൊരു സപ്പോർട്ട് സെറ്റപ്പിലല്ലായിരുന്നു, ഫുൾ പ്രഷറിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. മോർണിംഗ് നല്ലൊരു റൗണ്ട് റണ്ണിൽ വരികയൊക്കെ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയിരിക്കുകയാണ്. ഈ നിഫ്റ്റിയുടെ ഈ 10 മിനിറ്റ്സ് ചാർട്ട് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് ചാർട്ടിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിരിക്കുന്ന പിവറ്റും അതുപോലെ തന്നെ EMA മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ ഈ പിവറ്റിനകത്ത് നമ്മൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ലൈൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇൻട്രാഡേ ടൈമിങ്ങിൽ ഒരു 5 മിനിറ്റ്സ് ഒരു 15 മിനിറ്റ്സ് ചാർട്ടിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഇപ്പോൾ ഞാനിത് മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഒട്ടുമുക്കാൽ ആൾക്കാർ ലെവൽസുകളൊക്കെ മാർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ജൂനിയേഴ്സായിട്ട് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകത്തില്ല ഏത് രീതിയിലാണ് നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ലെവലിലുള്ള ലെവൽസാണ് നമുക്ക് മാർക്ക് ചെയ്യാമെന്നൊക്കെ. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഡേ ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രീവിയസ് ഹിസ്റ്ററി ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ഹിസ്റ്ററിയിൽ ഡേറ്റാ ബേസിലാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ക്ലോസ് ആയിരിക്കുന്ന മാർക്കറ്റ് 24,980 ലെവലാണ് ക്ലോസ് ആയിരിക്കുന്നത്. അതനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈ ഒരു ക്യാമറ പിവറ്റിൻ്റെ ഒരു സപ്പോർട്ടോട് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് ക്ലോസ് ആയ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ ഡൗൺ ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഡൗൺ സൈഡിൽ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് മാർക്ക് ചെയ്യാം. അത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു R1 റേഞ്ചിലേക്കാണ് വരുന്നത് മാർക്കറ്റ്. അതിനുശേഷം നമ്മൾ സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്ന ലെവൽസ് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഒരു R3 ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിനകത്ത് കാണാൻ സാധിക്കുന്നത് 25,450 ആ റേഞ്ചിലേക്കാണ് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പറ്റുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട്. അതിന് ടാർഗറ്റ് പിന്നെ മേളിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു 150 മൂവ്സ് എബോ ആയിട്ട് പോകുമ്പോഴത്തേക്കിന് ഒരു ഹൈ റേഞ്ചിലേക്ക് ലെവലേക്കാണ് കാണിക്കുന്നത്. 150 അല്ല അതിൽ കൂടുതലൊക്കെ എബോ ആണ് കാണിക്കുന്നത്. 300 പോയിൻറ്റ്സ് ആണ് വലിയ റേഞ്ചിലുള്ള ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് പോയില്ലെങ്കിൽ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്ന 24,980 ആണ്. അതിനുശേഷം ഒരു 50 പോയിൻറ്റ്സ് 60 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് മൂവിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ ശേഷം മാർക്കറ്റ് ഒരു ഡൗൺ റണ്ണിലേക്ക് വരുവാണെങ്കിൽ സപ്പോർട്ടീവായിട്ട് 24,875 ആ റേഞ്ചിലൊക്കെ നിന്നിട്ട് ഈ ഒരു ഗ്യാപ്പിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന അനുസരിച്ച് അതുപോലെ തന്നെ നിഫ്റ്റിയുടെ നിയർ എക്സ്പയറി ആ ടൈമിലേക്ക് വരുവാണ്, മന്ത് എൻഡിങ്ങിലേക്കൊക്കെ ഉള്ള ഒരു ടൈമിലേക്ക് വരുമ്പോഴത്തേക്കിന് മൂവ്മെൻറ്റ്സ് വളരെ ക്രൂഷ്യലായിരിക്കും, ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ച് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഇത്രയും ദിവസങ്ങൾ ട്രേഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് ഒന്ന് മാർക്കറ്റ് വന്ന് നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഇസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ ഒരു വീക്സിൽ ഗ്യാപ്പ് ഫില്ലിംഗ് കൊണ്ട് വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു റേറ്റിൽ രാവിലെ മോർണിംഗിൽ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഓപ്പണിങ്ങിൻ്റെയും വേൾഡ് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒക്കെ സെറ്റപ്പുകൾ നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. അതിനുശേഷം ഒരു നല്ലൊരു റാലിയൊക്കെ കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. നമ്മൾ പേഷ്യൻസോട് കൂടി നമ്മളൊരു അനാലിസിസ് ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ഈ സമയങ്ങളിൽ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും പ്രോഫിറ്റുകളൊക്കെ എൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ റാൻഡംലി എക്സിറ്റ് എൻട്രി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വലിയ ലോസിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ഇപ്പം നിഫ്റ്റിയിൽ ഇപ്പം പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനകത്ത് GSTയുടെ ഒരു ന്യൂസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതനുസരിച്ച് റാലി അപ്സൈഡിലേക്ക് പോകുമെന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഗ്യാപ്പ് ഫില്ലിംഗ് എപ്പോൾ വേണം സംഭവിക്കാം, അത് ഈ വീക്ക് തന്നെ നടക്കാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്പയറി ഡേയുടെ അന്ന് അത് സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലെവൽസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെവൽസിൽ നോക്കി മാർക്കറ്റിൽ ട്രേഡ് ചെയ്തെങ്കിലും ഫെയർ സിമ്പിളായിട്ടാണ് വെക്കുവാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാർക്ക് ചെയ്ത ലെവൽസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ലെവൽസുകളാണ്. ഓൾറെഡി ചെയ്തിരിക്കുന്നത് ഈ പിവറ്റിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി കിട്ടുന്ന ഈ ലെവൽസ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോ ലെവലിലേക്കാണ് അത് സപ്പോർട്ടീവായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹൈ റേഞ്ചിലേക്ക് ഒരു മേളിലാണ് റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിനെ ഒരു നല്ലൊരു വ്യൂ അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ വ്യൂ തന്നെ പറയുമ്പോൾ ഒരു പോസിറ്റീവ് സെറ്റപ്പിലാണ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. നാളെ അതുപോലെ തന്നെ മാർക്കറ്റ് മൂവ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഏത് ലെവൽസിൽ മാർക്ക് ചെയ്ത് ഇന്നത്തേക്കുള്ള ട്രേഡിനുള്ള സെറ്റപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ വീഡിയോസ് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഈ വീഡിയോസിനകത്ത് 5 മിനിറ്റ് ചാർട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ നമുക്ക് ഓൾമോസ്റ്റ് S2 ലെവൽ R1 മാർക്കറ്റ് S2 ഓപ്പൺ ആയി R1 ലെവലിൽ പോയി അവിടെ നിന്ന് റെസിസ്റ്റൻസ് ചെയ്ത് ഒരു അപ്സൈഡിലേക്ക് മൂവ് ആണ് ചെയ്തിരിക്കുന്നത്. S2 എന്നുള്ള സപ്പോർട്ട്
അടുത്ത് പോയിരിക്കുന്ന ഒരു R3 ഒക്കെ ക്രോസ് ചെയ്ത് നിയർ R4 ലെവലിലേക്ക് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്കൗട്ട് ആകുന്ന സമയത്ത് R3 ഒക്കെ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ് കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. മോർണിംഗ് തന്നെ ഒരു അപ്സൈഡ് മൂവ് പോയതിന് ശേഷം അവിടുന്ന് ഡൗൺ ട്രെൻഡിലേക്ക് വന്ന് പിന്നീട് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം അപ്സൈഡ് റാലി ആയി നമ്മൾ ഈ ഒരു മൂവിംഗ് ആവറേജിൻ്റെ ക്രോസ് ഓവർ സെറ്റപ്പ് നിങ്ങൾക്ക് കാണാം. ഈ ക്രോസിങ്ങിൽ ഈ കണ്ടപ്പോൾ തന്നെ എനിക്ക് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്നുള്ളൊരു വ്യൂ കിട്ടി. അതിനുശേഷം ഞാൻ ആ ഒരു അപ്സൈഡ് വ്യൂ തന്നെയാണ് മാർക്കറ്റിൽ വീക്ഷിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് EMAയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഈ നോട്ട് കാണുന്ന ഈ ഒരു ഏരിയ വരുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രൈസിൻ്റെ ഒരു അപ്സൈഡിലേക്കോ ഡൗൺ ട്രെൻഡിലേക്കോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റ് ഏതിലേക്കാണ് മൂവ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് കൺഫർമേഷൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്രോസ് ലെവൽ വരുമ്പോഴത്തേക്ക് EMA ക്രോസ് എന്ന് പറയുമ്പോഴത്തേക്കിന് മൂവിംഗ് ആവറേജിൻ്റെ രണ്ടിൻ്റെ ഒരു ക്രോസിംഗ് ലെവലുകളാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നാളത്തെ ഒരു ലെവൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബിഗ് ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കുമ്പോഴത്തേക്കിന് എനിക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഡേ ചാർട്ടിലാണ് ഞാൻ കാണിക്കുന്നത്. ഇതിനകത്ത് നിഫ്റ്റിയെ പോലെ തന്നെ പ്രീവിയസ് ഡേയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസിലാണ് ഇപ്പോൾ വന്നിട്ട് ഇത് ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ അത്ര വലിയ ഹ്യൂജ് ഗ്യാപ്പിൽ ഇല്ലെങ്കിലും പക്ഷേ ഗ്യാപ്പ് അപ്പ് ആണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു ട്രേഡിലേക്ക് പോയി അവിടുന്ന് ഇന്നലത്തേക്കാളും കൂടുതൽ ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ടായിരുന്നു. വന്നു അതിനുശേഷം ഒരു അപ്സൈഡ് മൂവ് കിട്ടി മാർക്കറ്റ് അപ്സൈഡിലേക്ക് ഇപ്പം ട്രേഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ട്രെൻഡ് തന്നെ നാളെ ഫോളോ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് നാളെ ഓപ്പൺ ആകുക തന്നെ വളരെ ഒരു ഹൈ റേഞ്ചിലേക്കായിരിക്കും ഓപ്പൺ ആകുക. അതുപോലെ തന്നെ ഗ്ലോബൽ സെറ്റപ്പുകൾ നോക്കുമ്പോഴത്തേക്കിന് മാർക്കറ്റിൽ അത്ര ഒരു പോസിറ്റീവ് വ്യൂയിലേക്കല്ല നിഫ്റ്റി ആയാലും ഗിഫ്റ്റ് നിഫ്റ്റി ആയാലും ഓപ്പൺ ആയതിനു ശേഷം നെഗറ്റീവ് ലെവലിലേക്ക് പോകും പിന്നെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് വരികയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചാർട്ട് നോക്കി ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് 56,135 ലെവലിലേക്കാണ്. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് 55,865 ആണ്. അപ്പോൾ അതുപോലെ സെയിം ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്ന ലെവൽസാണ് നമുക്കിത് നോക്കാൻ പറ്റുന്നത്. 55,550 റേഞ്ചിലേക്കാണ് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത. ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് നാളെ ട്രേഡ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോസാണ്, എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോസ് ഓൺലി. അപ്പോൾ നിങ്ങൾ ചാർട്ട് അനലൈസിസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി. ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഒരു ബിഗ് മൂവ്മെൻറ്റ് ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. 2 ഡേയ്സ് ആയിട്ടാണെങ്കിലും ഒരു പ്രഷർ മൂവാണ് നടന്നിരിക്കുന്നത് 2 ഡേയ്സിലെ ട്രേഡിങ്ങിൽ. അതുപോലെ തന്നെ ആയിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ചെയ്തിട്ടുള്ള പ്രീവിയസ് ഹിസ്റ്ററി ഈ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് എന്നാണ് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഏത് രീതിയിൽ ആക്ട് ചെയ്യും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, ഇതൊരു പുതിയ വീഡിയോ കാണും വരെ ബൈ ബൈ, താങ്ക് യു.